ഇവനൊന്നും പഠിക്കണം ഞാൻ അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മളെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ ഒരു ഉച്ച മുതലാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം എന്തെല്ലാം എന്നെല്ലാം നമുക്ക് ഈ വ്ളോഗിൽ കാണാം. ഇന്നലെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി, നമ്മുടെ വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു, നല്ല ചിക്കൻ ബിരിയാണി, ചില്ലി ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പം നമ്മുടെ ബിരിയാണി കാണാത്ത ആൾക്കാരും ഇനിയും ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാനുള്ള റീസൺ എല്ലാം ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ചട്ടി വെച്ച് നെയ്യും എണ്ണയും ഈക്വലായിട്ട് ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കിലോ റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എന്തിനാ എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാവില്ലേ. അതൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും 8 വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് നിറയെ നമ്മുടെ ചെറിയുള്ളി ചതച്ചതും കൂടെ ഇതിലോട്ട് അത്യാവശ്യമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലയും ഇത്രയും ചേർത്ത് കൊടുക്കണം. നമുക്ക് കിട്ടിയില്ല കേട്ടോ, എപ്പോഴൊന്നും പുതിനയില ഇവിടെ കിട്ടൂല. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴിച്ചിട്ടെടുക്കണം കേട്ടോ. ശേഷം ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാ അത്രയും, ഇതിൽ ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല. ഇനി നമുക്കിതിലോട്ടൊരു 7 തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വലിയ തക്കാളി ആയതുകൊണ്ട് 7 എണ്ണം ഇല്ലെങ്കിൽ 8 എണ്ണം എടുത്തോളൂ കേട്ടോ. 2 കിലോയ്ക്ക് അതാണ് കണക്ക്. അപ്പോൾ ഞാനിവിടെ വലുതായപ്പം 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല ഇതാവട്ടെ. ശരിക്കും പറഞ്ഞാൽ തക്കാളി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഞാൻ ജസ്റ്റ് അത് മറന്നുപോയിട്ടോ. അപ്പോൾ എന്തായാലും 5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീസ്പൂണൊക്കെ ആണെങ്കിൽ ഒരു 7 ടീസ്പൂണൊക്കെ വേണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മുടെ ബിരിയാണിയിൽ കുറച്ചൊക്കെ നെയ്യ് ഇനിയും ആഡ് ചെയ്യണം. നമ്മുടെ ബിരിയാണിയിൽ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഇച്ചിരി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അതും കണ്ടിട്ട് ഓയിൽ കൂടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു വരണ്ട. ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെയാണ്, അതായത് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയാണ്, ഇതെൻ്റെ സ്വന്തം റെസിപ്പി, അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത ശേഷം ഞാൻ അതിലോട്ടൊരു 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 1.5 കിലോ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും മിനിമം 1 കിലോ എങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറട്ടെ കേട്ടോ ചിക്കൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒരുമാതിരി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കപ്പിന് നിറയെ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് എടുത്തിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ നാരങ്ങയാണ്, ചെറുതാണെങ്കിൽ 2 നാരങ്ങയുടെ നീര് വേണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. വീണ്ടും അടച്ച് വെക്കണം. ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് ഈ ബിരിയാണി, ഇനിയും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ കണ്ടില്ലേ തെളിഞ്ഞ് വന്നത്. എണ്ണയും നെയ്യും കൂടെ മിക്സാണ് കേട്ടോ. പകുതി എണ്ണ പകുതി നെയ്യും അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതിലോട്ട് വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. കാരണം അത്യാവശ്യം മസാല ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മസാലയൊക്കെ അളന്ന് കറക്റ്റാക്കിയിട്ട് വെള്ളം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ മസാലയൊക്കെ അളന്നിട്ട് വെള്ളം എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനത്തെ ചേർക്കണം. അതായത് ആ മസാലയും കൂടി ഇൻക്ലൂഡ് ആണെങ്കിൽ കൂടെ കേട്ടോ. ഇൻക്ലൂഡ് അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും കേട്ടോ. ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയ റൈസാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന വരെ ഊറ്റിയിട്ട് എടുക്കണം കേട്ടോ.
എന്നിട്ട് തിളച്ച് വന്ന മസാലയിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇത് തിളച്ച് വന്ന ശേഷം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് ചില്ലിയും വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില്ലിയുടെ റെസിപ്പി ഞാൻ ഇതിലെന്തായാലും കാണിക്കുന്നില്ല. വീണ്ടും നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അലുമിനിയം വേറെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇളക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് പോകട്ടോ. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. പുതിനയില നിർബന്ധമാണ്, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല എന്ന് മാത്രം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് നിരപ്പാക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ ദമ്മിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, കാരണം കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ അടപ്പുണ്ടല്ലോ ഭയങ്കര ടൈറ്റ് ഫിറ്റാണ്, നല്ല വെയിറ്റുമാണ്. അപ്പം ഇനി എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല, അതായത് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരില്ല കേട്ടോ. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയതും ഫുഡെല്ലാം കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വാലൻറ്റൈൻസ് ഡേ, അതായത് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം വാലൻറ്റൈൻസ് ഡേ അല്ലേ. അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, റിഹാൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും റിഹാൻക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്നും പ്രതീക്ഷിക്കുന്നു, ദുആ ചെയ്യുന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഫ്രണ്ട്സിനൊക്കെ ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മോർണിംഗ് ബിരിയാണി വെക്കൽ ശരിയാവില്ല. ഇപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ, ഹോണിൻ്റെ സൗണ്ട് കേട്ടില്ലേ. അപ്പോൾ എന്തായാലും മോർണിംഗ് ബിരിയാണി വെക്കൽ നമുക്ക് ശരിയാവില്ല, അതായത് ടൈം നമുക്ക് അത്രയും കിട്ടൂല. അപ്പോൾ ഞാൻ ഇന്ന് വെച്ചിട്ട് നാളെ അത് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ബോക്സിലാക്കിയിട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസമേ ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. മോർണിംഗ് എണിച്ച് വെക്കൽ ഭയങ്കര ടാസ്ക്കാണ്, അതുകൊണ്ടും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നമ്മൾ വിളമ്പി ഇനി ഞങ്ങളൊന്ന് ഫസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് കുട്ടികൾക്കൊക്കെ വന്നിട്ട് കൊടുക്കാം. ബിരിയാണി വെച്ചതും ഫസ്റ്റ് ബർത്ത്ഡേ പോയി കഴിക്കണം എന്നൊക്കെയാണ് പണ്ടുള്ളവരൊക്കെ പറയാറ്. പക്ഷേ ഇപ്പം നമ്മളാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ബോറടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റെസിപ്പി വീഡിയോ വേണ്ടാന്ന് വെക്കല്ലേ, ഇനി വ്ളോഗ് നിർത്തല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മനഃപൂർവ്വം നിർത്തിയതല്ല, ചെറിയ ഇഷ്യൂ കാരണം തന്നെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ എന്താണ് എന്നും പറയുന്ന പോലെ ജിനിയുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു. അപ്പം നമുക്കൊന്ന് കഴിക്കാം അല്ലേ. കഴിച്ചിട്ട് വരാം കേട്ടോ. എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നതെന്നൊക്കെ ഒന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്. അത് ഇന്ന് അപ്പം പെട്ടെന്ന് ഒരുപാട് ഇത് നല്ല കറക്റ്റ്, അതുകൊണ്ട് ദൈവം കറക്റ്റ് നല്ല എരിവും ഉപ്പൊക്കെ അടിച്ച് കൊടുക്കണുണ്ട്. ഒന്നും വേണ്ട, കറിയൊന്നും ഒഴിക്കുക വേണ്ട. നല്ല ചട്നിയും സൂപ്പറായിരുന്നു. ഉണ്ടാക്കാൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അയാൻകുട്ടി വന്നു കേട്ടോ. അവൻ വരുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചതാണ്. അവൻ്റെ ഡാൻസ് കണ്ടില്ലേ. അവൻ വന്ന് മണം പിടിച്ചു. അടുക്കള പോലും അവൻ എത്തിയിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കിയില്ലേ എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത് കേട്ടോ. പിന്നെ ഞാൻ മേല് കഴുകി വരുമ്പോഴത്തേന് എനിക്ക് വിളമ്പി വയ്ക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൈസൊക്കെ വിളമ്പാണ്. ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ വയറ് വലുതാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്ത പറയും, നീ ഇത്രയൊന്നും വിളമ്പിയിട്ട് ക്യാമറയിൽ കാണിക്കരുത്, കണ്ണ് തട്ടും കുട്ടികൾക്ക്. പക്ഷേ എനിക്ക് കണ്ണിലും മൂക്കിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ.
അങ്ങനെ പിള്ളേർക്ക് ഇതാ ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവരിതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് പാത്രം വയ്ക്കാൻ സ്റ്റാൻഡ് മേടിക്കാൻ പറയുന്നു. ഇവിടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് കുറച്ച് കേട് വന്നപ്പോൾ പുറത്ത് കൊണ്ടുപോയി ഇട്ടതാണ്. ആക്ച്വലി വലിയൊരു സ്റ്റാൻഡ്, സ്ഥലം മുടക്കുന്ന സ്റ്റാൻഡായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇനി മേടിക്കണം, ചെറുതൊന്ന് മേടിക്കണം ഇൻഷാ അല്ലാ. അപ്പം എന്താ റിഹാൻക്കും ഇതാ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് അയാൻകുട്ടി പോകാൻ നിൽക്കണം കേട്ടോ ട്യൂഷന്. പിന്നെ വ്ളോഗ് ദിവസം ഇടണേന്ന് ദിവസം ഇടും ഇൻഷാ അല്ലാ. പക്ഷെ നമുക്ക് ചില ദിവസങ്ങളിൽ ചില സമയത്ത് നിവൃത്തി ഉണ്ടാവില്ലല്ലോ, അങ്ങനെയുള്ള സമയത്താണ് കേട്ടോ ഇങ്ങനെ ആവുന്നത്. അപ്പം നമ്മുടെ മുറ്റത്ത് നോക്ക് ഭയങ്കര വെയിൽ കേട്ടോ. ആ പ്ലാവിൻ്റെ കമ്പ് വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനാണ് ട്യൂഷൻ പോകാൻ നിൽക്കണമെന്ന് തോന്നില്ലേ? അല്ല കേട്ടോ, അവനാണ് പോകുന്നത്. എന്തായാലും അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ. ഓരോ ചെരുപ്പുകൾ എനിക്കാണെങ്കിൽ ആ വെയിലത്ത് നിന്നിട്ട് ഇപ്പം വെയിൽ കൊള്ളാനേ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ, അത് കാരണമാണ്. പിന്നെ ഇതാ സൈക്കിളെടുത്തു. ഞാൻ ഓട്ടട്ടെ ചോദിച്ചപ്പോൾ അവന് വേണ്ട, വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയാലോ എൻ്റെ സൈക്കിൾ കഥ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ലോഗിൽ. പിന്നെന്താണ് വിശേഷം? അപ്പോൾ അവനക്ക് ടാറ്റയൊക്കെ പറഞ്ഞു ഞാൻ ഉള്ളിലോട്ട് വന്നു, വേഗം വന്നു കേട്ടോ. എനിക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പുറത്തൊക്കെ പോയി പണിയെടുക്കുന്നവർക്കൊക്കെ എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ. പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ചു. വാതിൽ പിന്നെ ഓപ്പൺ ആക്കിയത് 5 മണിക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം. ഇപ്പം എന്തായാലും അടിച്ചു വരണം, നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മുടെ ഹോളും ബാക്കിലത്തെ വാതിലും നേരാണ്. അപ്പോൾ 2 ഭാഗത്തുനിന്നും നല്ലപോലെ പൊടി കയറുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടണം. ഞാനും ഉപ്പയും ഉമ്മയൊക്കെ ഷൂവും ചെരുപ്പൊക്കെ ഇട്ട് നടക്കണം, കാരണം അവർക്ക് ഞങ്ങൾക്ക് കാലിൽ ഡിസ്റ്റർബൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, ഒരു ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർ 3 പേരും ചെരുപ്പ് ഇടാറില്ല ഉള്ളിൽ കേട്ടോ, ഇക്കയും കുട്ടികളും. അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്ക് പൊതുവേ കാലിൽ എന്തെങ്കിലും മണ്ണ് തടഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നതാണ്, അശ്വതി എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് സൂപ്പർ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. സൗണ്ടിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല തുമ്മലും ചീറ്റലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് അടഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ജലദോഷമുള്ള സൗണ്ട് ഉണ്ടെങ്കിലും രസമാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഒരാൾ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം, നമ്മുടെ സൗണ്ട് ഭംഗിയുണ്ട്, രസമുണ്ട് കേൾക്കാനെന്നൊക്കെ പറയുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കൈയിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതെന്താ സംഭവിച്ചു പറഞ്ഞാൽ, നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു വട്ട് സാധനം ഉണ്ടല്ലോ, ആ ഇരുമ്പിൻ്റെ ഭയങ്കര വെയിറ്റ് ഉള്ളത്, അതെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് തുടയ്ക്കാൻ വേണ്ടി അതെടുത്ത് മാറ്റിയതാണ്. അതങ്ങ് കയ്യിലങ്ങ് കയറി അങ്ങ് പിടിച്ചു എന്ന് പറയാം. അത് അത്രയും ചൂടല്ലേ ഉണ്ടാവുക, തൊലിയിലങ്ങ് പിടിച്ചു എന്ന് പറയാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വലിച്ചെടുത്തപ്പോൾ തൊലി അങ്ങ് വലിഞ്ഞു നിന്നു കേട്ടോ. ഇപ്പം അത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈവനിങ് ഞങ്ങളെല്ലാവരും ചായ എല്ലാം കുടിച്ചു. പിന്നെ നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഈവനിങ് തന്നെ ബിരിയാണിയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ഹോട്ട് ബോക്സ് അല്ല, സാധാരണ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ രാവിലെ എടുത്തുകൊണ്ട് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറി പിന്നെ ചൂടാക്കും. എന്നിട്ട് ആവി പോകുന്ന ആ ഒരു സംഭവം മാറ്റിയിട്ട് ഞാൻ പിള്ളേർക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇന്നുണ്ടല്ലോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ എന്തായാലും എല്ലാവരുടെയും വയ്യായികയൊക്കെ മാറിയല്ലോ, സന്തോഷം. ജിനിയെ കാണാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ മോൾ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ഒരു കുട്ടിയാണെന്നല്ലേ. ചെറുതാണെങ്കിലും കണ്ടപ്പോൾ സന്തോഷം, ഓൾ ദി ബെസ്റ്റ് മോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മിഠായി കണ്ടോ, ഇത് എൻ്റെ കെട്ടിയവൻ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് തന്ന മിഠായിയാണ് കേട്ടോ. മിഠായിയുടെ വലുപ്പമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും തന്നപ്പോൾ. ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, വാങ്ങിച്ചു കൊടുക്കണം എന്തെങ്കിലുമൊക്കെ. ഇതേപോലെ എന്തെങ്കിലും ചോക്ലേറ്റ് മതിയില്ലേ, നാരങ്ങ മിഠായിയൊക്കെ മതിയോ നോക്കട്ടെ കേട്ടോ. അതിന് മൂപ്പരത് കഴിക്കില്ല. എന്തായാലും ആ ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ വ്ളോഗൊന്നും കാണൂല, എന്നാലും വ്ളോഗ് വഴിയില്ല അല്ലാണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വ്ളോഗിലും കൂടെ അങ്ങനെ കാണിച്ചപ്പോൾ നീ അത് കാണിക്കുകയാണല്ലേ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കാണിക്കണമെങ്കിൽ എനിക്കിത് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞേ. അപ്പം ഇക്കാക്ക് പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് ബിരിയാണി കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഡിന്നറൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും കഴിക്കണം പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് സാലഡ് ഉണ്ടാക്കിയതൊക്കെ തീർന്നു കേട്ടോ. അപ്പം വേറൊരു ഐഡിയിൽ നിന്ന്
എനിക്ക് ഇഷ്ടം ജിനിയുടെ പാചകമാണ് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടങ്ങളും നമുക്ക് ഒരൊറ്റ ഇതിലങ്ങ് സെറ്റാക്കാമല്ലോ, അതല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത റെസിപ്പി തന്നെയാണ്, എന്നാലും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു എവിടെ പോയി എന്തായി ഇങ്ങനത്തെയൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ കമൻറ്റ് വന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്, കുറേ റെഡ് ഹാർട്ട് തന്നിട്ടുണ്ട്. പിന്നെന്താണ് എന്താ പറയുക, 2 days എന്ത് പറ്റി സുഖം ഉണ്ടായിരുന്നില്ല, മെൻ്റലിയും ഡൗൺ ആയിരുന്നു, പിന്നെ ഹെൽത്തിനും ഇഷ്യൂ ആയിരുന്നു. അത് കാരണമാണ് കേട്ടോ നമ്മൾ വ്ളോഗൊന്നും ഇടാണ്ടിരുന്നത്. പിന്നെ എനിക്കും അടുക്കളയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതാണ്. അതെ, കറക്റ്റാണ്. നമ്മൾ ഇപ്പോൾ ഈ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് മേ ബി ഇഷ്ടം കംഫർട്ടൊക്കെ അതായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ചൊറിയാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇടുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കൂടെ നിന്നിട്ട് അപ്പോൾ അത്രയും ടൈം, എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ് കേട്ടോ. അടുക്കളയിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അത്രയും ഫാസ്റ്റ് ആവും. നമുക്ക് ഭയങ്കര നമ്മൾ വെച്ച സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പം നമുക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ജിനിയെ 3 ദിവസം കാണാതായപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നി. 2 മണി മുതൽ ഫോൺ എടുത്ത് നോക്കും ജിനിയുടെ വീഡിയോ വന്നോ എന്ന്. ഇൻഷാല്ലാ ഇനി ഉണ്ടാവും കേട്ടോ, കുറച്ച് ദിവസത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഷാല്ലാ പഠിച്ചവൻ വിചാരിച്ചാൽ മാത്രം. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പിള്ളേർക്ക് ഡിന്നറൊക്കെ കൊടുത്തു. ബിരിയാണി വെച്ചാൽ പിന്നെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ബിരിയാണി കഴിക്കും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും കഴിക്കാനും എടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കയും ഉമ്മയും കൂടി എന്നെ ഒരുപാട് ഞാനേ കഴിക്കണോ വേണ്ടിയോ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ച് അവസാനം ഞാൻ കഴിച്ചു കേട്ടോ. ഈവനിങ് ഫുള്ള് വർക്കൗട്ടായിരുന്നു, അതൊക്കെ ഇല്ലാണ്ടായിപ്പോൾ ഇത് കഴിച്ചപ്പോൾ. ഓക്കെ, സാരമില്ല, വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു. അങ്ങനെ വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല. എന്നെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 71 ആണ് കേട്ടോ. അപ്പോൾ അത് 68 ആക്കണം ഇൻഷാല്ലാ, പതുക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എന്തായാലും വേണം. നിങ്ങളുടെ ഒരു റെഡ് ഹാർട്ട്, ഒന്നും പറയാനില്ലെങ്കിൽ ഒരു റെഡ് ഹാർട്ടും ലൈക്ക്, വീഡിയോ കാണുന്നതും എന്താ പറയുക, വീഡിയോ ഓപ്പൺ ആക്കുമ്പോഴേ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.